CPM നേതാവും മുൻ MP-യുമായ ശ്രീ എ സമ്പത്ത്, കോൺഗ്രസ് വക്താവ് ശ്രീ അനിൽ ബോസ്, BJP വക്താവ് ശ്രീ TP ജയചന്ദ്രൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ എ സമ്പത്ത്, ഇങ്ങനെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള കാര്യം കുറെ മാസങ്ങളായി CPM-ന്റെയും LDF-ന്റെയും നേതാക്കൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ചെന്ന് ഡൽഹിയിൽ ചെന്ന് ഇങ്ങനെ ഒരു കണക്ക് പറച്ചിൽ നടത്തിയിരിക്കുകയുമാണ്. ഇതുകൊണ്ട് എന്ത് ഫലമാണ് പ്രതീക്ഷിക്കുന്നത്? എന്ത് തിരുത്തൽ കേന്ദ്രം വരുത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഈ കണക്ക് പറച്ചിലിലൂടെ? ഒന്നാമതായി ഞാൻ ഈ കേന്ദ്ര സർക്കാർ എന്ന പദപ്രയോഗത്തിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ഈ അധികാരങ്ങളെല്ലാം തങ്ങളിലേക്കാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതെല്ലാം ഓൾ ദ പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ us ആൻഡ് ദ പവേഴ്സ് ആർ ബീങ് പെർക്കുലേറ്റഡ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്നൊക്കെ ഉള്ള ചില മിഥ്യാധാരണകൾ അങ്ങനെ ഈ നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ തലപ്പത്തുള്ള പലർക്കും അറിയാതെയാണെങ്കിലും നമ്മളായി സമ്മാനിക്കേണ്ടതില്ല. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരിടത്ത് പോലും ഈ ഭരണഘടനയിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് മുമ്പ് നൽകിയ ഭരണഘടനയുടെ ഒരു കോപ്പിയാണത്. ഒരിടത്ത് പോലും സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നില്ല. നമ്മൾ പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളിൽ തന്നെ അവർ യൂണിയൻ ഗവൺമെന്റ് എന്ന് സ്പെസിഫിക് ആയിട്ടാണ് അത്തരത്തിൽ പറയുക. ഞാൻ ഈ ഭരണഘടനയും ഈ ഒരു കാര്യം ആമുഖമായി ഞാനിത് പറഞ്ഞതിന്റെ കാരണം മറ്റ് രാഷ്ട്രീയ തർക്കങ്ങൾക്കൊന്നുമല്ല ഞാനിപ്പോൾ ഈ വേള ഉപയോഗിക്കുന്നത്. യൂണിയൻ ഗവൺമെന്റിൻ്റെതായ ധനകാര്യവും ഭരണപരവുമായിട്ടുള്ള, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള, ലെജിസ്ലേറ്റീവായിട്ടുള്ള, അതിൻ്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അത്തരം അവരുടെ അധികാരങ്ങളെ സംബന്ധിച്ചും പരിമിതികളെ സംബന്ധിച്ചും അതിൽ അനുവർത്തിക്കേണ്ടുന്നതായ ചിട്ടവട്ടങ്ങളെ സംബന്ധിച്ചും സംസ്ഥാനങ്ങളുമായി ഈ കാര്യത്തിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചും വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ ഈ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതെങ്കിലും അത്തരത്തിൽ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, സംസ്ഥാന ഗവൺമെന്റുകൾ എന്നാണെങ്കിൽ അത് ഭരണഘടനയിൽ തന്നെ പറയുമായിരുന്നു. ഒരിടത്ത് പോലും ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അത്തരത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾ യൂണിയൻ ഗവൺമെന്റിന്റെ സബോർഡിനേറ്റ് ആണെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, വ്യക്തമായി സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരങ്ങളും ചുമതലകളും പരിമിതികളും അത്തരത്തിലുള്ള പരിപ്രേക്ഷ്യങ്ങൾ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്, വിഭാവന ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ ഇപ്പോൾ LDF-ന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിൽ ഡൽഹിയിൽ നടത്തിയതായിട്ടുള്ള ഇതൊരു പ്രക്ഷോഭത്തിന്റെ ഭാഗം തന്നെയാണ്. ആ പ്രക്ഷോഭം എന്നത് എന്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭമാണ്? ഈ പ്രക്ഷോഭം എന്നത് ഞങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരാണ്. നിലവിൽ 29 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നത് 28ആക്കി കുറച്ചതിന് ശേഷവും ഞങ്ങളിലെ ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിന് ഭരണഘടന വിവക്ഷിക്കുന്ന നിലയിലുള്ള നിർവചിക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് തന്നെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാകേണ്ടുന്നതായിട്ടുള്ള ആ പണം ഞങ്ങൾക്ക് ലഭ്യമാകണം. 1. 2, പലപ്പോഴായി യൂണിയൻ ഗവൺമെന്റ് തന്നെ അവർ പ്രഖ്യാപിച്ചത്, കേരളം ആവശ്യപ്പെട്ടതും കേരളം ആവശ്യപ്പെടാതെ തന്നെ പ്രഖ്യാപിച്ചതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത് ബഡ്ജറ്റുകളിലുണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിമാരുടേതായ നയപ്രഖ്യാപന പ്രസംഗങ്ങളിലുണ്ട്, ഇന്ത്യ ഗവൺമെന്റിന്റെ മന്ത്രിമാരുടേതായിട്ടുള്ള അവരുടെ പ്രഖ്യാപനങ്ങളിലുണ്ട്. അത് എയിംസ് അടക്കമുള്ള, കേരളത്തിന്റെ റെയിൽവേ സോൺ അടക്കമുള്ള, റെയിൽ കോച്ച് ഫാക്ടറി അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അതിലുണ്ട്. അത് നിങ്ങൾ നൽകണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ മാത്രമല്ല, പലപ്പോഴും ഇന്ത്യ ഗവൺമെന്റിന്റെ ബ്രാൻഡിംഗ്, ഈ എല്ലാ വിധത്തിലുള്ള ഭാരങ്ങളും സംസ്ഥാന ഗവൺമെന്റുകൾ പേറിക്കൊള്ളുക, അതിന്റെ എല്ലാം നേട്ടങ്ങൾ ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്നുള്ള നിലയിലേക്കുള്ള അത്തരത്തിലുള്ളൊരു അടിമ ഉടമ സമ്പ്രദായത്തിലേക്ക് പോകുന്നത് ഒട്ടും അഭികാമ്യമല്ല. ഇക്കാര്യത്തിൽ നമ്മൾ അറിയേണ്ടുന്നത് ശക്തമായ കേന്ദ്രം എന്നുള്ള നിലയിലേക്ക്, ശക്തമായ യൂണിയൻ ഗവൺമെന്റ് എന്നുള്ളതുപോലെ തന്നെ ഈ സംതൃപ്തമായ സംസ്ഥാനങ്ങളും ചേരുമ്പോഴേ നമ്മുടെ രാഷ്ട്രഘടന എന്നുള്ളത് അതിന്റെ പരിപ്രേക്ഷ്യം പൂർണ്ണമാകുന്നുള്ളൂ. നമുക്ക് കൂടുതൽ കെട്ടുറപ്പോടുകൂടി അതിനുവേണ്ടിയുള്ള ഒരു സമരമാണ് ഇന്ന് ഡൽഹിയിൽ നടത്തിയത്. അതൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നുവല്ലോ. ഇത് മറ്റു പല സംസ്ഥാനങ്ങളും ഇതുകൂടിയാണ് ഗവർണർ എന്റെ അടുത്ത ഇതിൽ അന്നൊക്കെ കുറച്ചോളൂ. ഈ കുടിലതകളുടെ ഇരിപ്പിടമായി അത്തരത്തിൽ മാറുന്നതായ ഒരു കേന്ദ്രമായി രാജ്ഭവനുകൾ മാറുകയും ഈ നമ്മുടെ ഈ ഗവർണർമാരെല്ലാം അത്തരത്തിൽ രാഷ്ട്രീയ ചട്ടുകമായി മാറുകയും ആരോടും ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഏജന്റുമാരായി മാറുകയും ചെയ്യുന്നതൊന്നും ഒരു ഫെഡറൽ സംവിധാനത്തിന് ചേർന്നതല്ല. സുപ്രീം കോടതി തന്നെ ഒന്നിലേറെ കേസുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വം ആ ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ, ആ ഗവൺമെന്റുകൾക്ക് മീതെ എന്നുള്ള നിലയിലേക്ക് ഗവർണർ പദവി അങ്ങനെ
ദുരുപയോഗപ്പെടുത്തരുത്. ശരി ശരി ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ സമരം നടക്കുന്നത്. പക്ഷേ ശ്രീ എ സമ്പത്ത് ഒരു സംശയം അങ്ങനെയാണെങ്കിൽ ഈ യൂണിയൻ ഗവൺമെന്റ് വിവേചനമില്ലാതെ തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര നികുതി വിഹിതമാണെങ്കിൽ കൂടി അതാണല്ലോ ഏറ്റവും വലിയ തർക്ക വിഷയമായി നിൽക്കുന്നത്. വിവേചനമില്ലാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ച് നൽകണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായ പെർസെന്റേജിൽ ഈക്വൽ പെർസെന്റേജിൽ വീതിച്ച് നൽകുകയല്ലല്ലോ. ഇപ്പോൾ 100% അതിന്റെ ഓരോ സംസ്ഥാനങ്ങൾക്കും കൃത്യമായ അളവിൽ വീതിച്ച് നൽകുന്നതല്ല. അത് ഓരോന്നിന്റെയും ഘടനയനുസരിച്ച് അവരുടെ ജനസംഖ്യാ അനുപാതം, അതുപോലെ തന്നെ ഈ വരുമാനത്തിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം, ഇതെല്ലാം കണക്കിലെടുത്താണല്ലോ, വരുമാന ദൂരം, ഇതെല്ലാം കണക്കിലെടുത്താണല്ലോ അങ്ങനെ ഒരു ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച് നൽകുന്നത് 5 വർഷം കൂടിയാണ്, ഇല്ലേ? 5 വർഷത്തിൽ ഒരിക്കലാണ്. ഇത് 5 വർഷം മുൻപ് നിശ്ചയിച്ച് നൽകിയ തുക അതിലൊരു അണാപ്പൈ കേരളത്തിന് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കണക്കുകൾ പരിശോധിച്ചാൽ ഏത് കണക്കിലാണ് ഈ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച് നൽകിയതിൽ കുറവ് വന്നിട്ടുള്ളത്? അതാണല്ലോ ഏറ്റവും വലിയ പരാതിയായിട്ട്, കണക്ക് പറച്ചിലായിട്ട് ഡൽഹിയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അതെ അതെ അതെ, ഐ ഗോട്ട് ദ പോയിന്റ്. അത് താങ്കൾ പറഞ്ഞ ഒരു കാര്യം. ഇത് പെട്ടെന്ന് ഇത്തരത്തിൽ ഇത് പലപ്പോഴും നമ്മുടെ BJP സുഹൃത്തുക്കളൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. ഭരണഘടന അനുസരിച്ച് ഈ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അപ്പടി നടപ്പാക്കൽ മാത്രമല്ല യൂണിയൻ ഗവൺമെന്റിന്റെ ചുമതല. ടാക്സ്, ഡിവോൾവ്മെന്റ് ഓഫ് ടാക്സ്, അതിന്റെ ടാക്സ് ഷെയറിംഗ്, അത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഗ്രാൻഡ് ഇൻ എയ്ഡ് അടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇന്ത്യ ഗവൺമെന്റിന്റെ ധനക്കമ്മി എന്നുള്ളത് എത്രയാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ ധനക്കമ്മി എന്നുള്ളത് ഏതാണ്ട് 6.4% അപ്പുറമാണ്. ആഭ്യന്തരമായും വിദേശത്തു നിന്നും അടക്കം കടമെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടാണ്. ഒപ്പം ഈ ധനക്കമ്മിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റേതായിട്ടുള്ള പല പ്രോഗ്രാംസും നടത്തുന്നതായിട്ടുള്ള, പല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന വിവിധ ഏജൻസികളും ആ സ്ഥാപനങ്ങളും കടമെടുക്കുന്നത് കൂട്ടുന്നില്ല. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കേരളത്തിന്റെ ധനക്കമ്മി എന്നുള്ളത് 2.4% മാത്രമാണ്. കേരളത്തിൽ ഈ ബഡ്ജറ്ററി വിഹിതമല്ലാതെ ഇത്തരത്തിൽ കിഫ്ബി ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ആ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ അവരത്തരത്തിൽ ഇതിന് വിഭവ സമാഹരണം നടത്തിയാൽ ഇത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പിന്റെ കൂട്ടത്തിൽ കൂടി അതും കൂടി ചേർക്കുകയാണ്. ഇതിനെല്ലാം ന്യായങ്ങൾ പലതും പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു വിനീതമായ ചോദ്യം, എൻ്റെ മറ്റ് ചങ്ങാതിമാരിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഈ സാധാരണ ജനങ്ങൾക്ക് നമ്മൾ നൽകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന, അത് പണമാകട്ടെ, മറ്റു വിധത്തിലുള്ള സൗകര്യങ്ങളാകട്ടെ, ഉപകരണങ്ങളാകട്ടെ, എന്തോ ആകട്ടെ, ഇതെല്ലാം ഫ്രീബീസ് എന്നുള്ള നിലയിലേക്ക് ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുകയും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ തന്നെ കാട്ടുകയും ചെയ്യുക. എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ മാത്രം ഏതാണ്ട് 2.78 അടുപ്പിച്ചു വരും, 2.7 or 2.8 ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവുകൾ കോർപ്പറേറ്റുകൾക്ക് സമ്മാനിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതൊന്നും ഫ്രീബീസ് അല്ല, പിരിച്ചെടുക്കേണ്ടുന്ന നികുതിയാണ്. എന്ന് വെച്ചാൽ ഇത് റവന്യൂ ഫോർഗോണാണ്. ആ റവന്യൂ ഫോർഗോൺ എന്നുള്ളത് പോലും ഇന്ന് മാധ്യമപ്രവർത്തകർക്കും MP-മാർക്കും അത് ബഡ്ജറ്റിന്റെ ഭാഗമായ ഒരു ഡോക്യുമെന്റായി ലഭ്യമല്ല. ഇത് വല്ലാതെ ചികഞ്ഞ് മാത്രമേ ഇത് കണ്ടെടുക്കാനായിട്ട് കഴിയൂ. ഇവിടെ ശ്രീ എ സമ്പത്ത്, ഇവിടെ കേരളത്തിന്റെ പ്രധാന പരാതി എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നു, കേരളത്തിന് കുറവ് നൽകുന്നു എന്നുള്ളതാണല്ലോ. അത് ഈ ധനകാര്യ കമ്മീഷനെ 1.92 പിടിച്ചാണ് ഇതെല്ലാം വരുന്നത്. പക്ഷേ ഇതിനു വേണ്ടി കേരളം നിരത്തുന്ന ഒരു 57,400 കോടിയുടെ കണക്കല്ലേ, ആ കണക്ക് കള്ളക്കണക്കാന്നുള്ള കാര്യം വെറുതെ ഒന്ന് പരതിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ 1.92% 2.5 നിന്ന് കുറച്ചപ്പോൾ, 2.5 നിന്ന് 1.92 ആയി കുറച്ചപ്പോൾ ഏതാണ്ട് 12,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് ഉണ്ടായി എന്ന് ബജറ്റിൽ പോലും പറയുകയാണ്. അത് എവിടുത്തെ കണക്കാണ്? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പിന്നെ GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് 12,000 കോടിയുടെ നഷ്ടം വരുന്നു. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിനത്തിൽ 8,400 കോടിയുടെ നഷ്ടം വരുന്നു. പൊതുകടത്തിൽ ഈ പബ്ലിക് അക്കൗണ്ടിലുള്ള പണം ഉൾപ്പെടുത്തിയതിലൂടെ 12,000 കോടിയുടെ നഷ്ടം വരുന്നു. പിന്നെ ഒരു 7,000 കോടി രൂപ ഈ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പയിൽ പൊതുകടമായി അത് കണക്കാക്കിയതിലൂടെ സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഈ 57,400 ഒന്ന് വിട്ടുപിടിച്ചാൽ നന്നായിരുന്നു. കാരണം അതില്ല സാർ, അതില്ല. അങ്ങനെ അതെ, നമ്മളിപ്പോ ഈ 1 മണിക്കൂർ കൊണ്ടുള്ള ചർച്ച കൊണ്ട് ഇത് തീരില്ല ഈ വിഷയം. ഇതെന്താന്ന് പറഞ്ഞാൽ ഇതൊരു ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ഹംബിൾ ബിഗിനിങ്, ആ പറയുന്ന ഒരു ചർച്ചയ്ക്ക് ഇത്തരത്തിലുള്ളത് ഈ നാട്ടിലെല്ലാം അത്തരത്തിൽ ഈ ഇന്ത്യയിലെല്ലാം ചർച്ച ചെയ്യാനായത് വരട്ടെ. കണക്കുകൾ ഈ പറയുന്ന ഇതുകൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ കണക്കിനപ്പുറമായ ഞാനൊരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി കൂടി ആയിരുന്നത് കൊണ്ടെന്ന് പറഞ്ഞോട്ടെ,
ഈ കേരളം ഇന്ത്യയിലെ 90% നാച്ചുറൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം. ഈ നമ്മൾ അന്തർദേശീയ കരാറുകളിൽ പലപ്പോഴായി ഗവൺമെന്റ് അത്തരത്തിൽ ചേർന്നതുകൊണ്ട്, അതിപ്പോൾ UPA ഗവൺമെന്റ് ആണെന്ന് BJP-യോ അല്ലെങ്കിൽ BJP ഗവൺമെന്റ് NDA ഗവൺമെന്റ് ആണെന്ന് UPA-യോ ആര് പറഞ്ഞാലും അതിനുശേഷമുള്ള കരാറുകളും ഈ പ്രകൃതിദത്ത റബ്ബറും റബ്ബർ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്തതിനെ തുടർന്ന് കേരളത്തിനുണ്ടായിട്ട് ഓരോ വർഷവും നഷ്ടം എത്ര കോടി രൂപ എന്ന് കണക്കെടുത്തിട്ടുണ്ടോ? ഈ കണക്കൊന്നും ഇപ്പോൾ പറഞ്ഞ കണക്കിനകത്ത് വന്നില്ല. നാളികേര ഉൽപ്പന്നങ്ങളും ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ളതിന്റെ എത്രയാണ് നഷ്ടം കേരളത്തിനുണ്ടായത് എന്നുള്ളതിന്റെ കണക്കെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കണക്കുകളും കൂടി ഒന്ന് എടുത്താലേ കേരളത്തിനുണ്ടായിട്ടുള്ള നഷ്ടം സംസ്ഥാന സർക്കാരിന്റെ കണക്കിന്റെ കൂടെ ആട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയെടുത്തതാണ് ഈ കണക്ക്. മുഖ്യമന്ത്രി ഡൽഹിയിൽ വായിച്ചപ്പോൾ എഴുതിയെടുത്തതാണ് ഈ കണക്ക്. പക്ഷേ ഈ കണക്കിൽ വൈരുദ്ധ്യമുണ്ട്. ഞാൻ